മധുപാൽ സാർ, അതുപോലെ തന്നെ ആദരണീയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബാലകൃഷ്ണൻ അവർകൾ, അതുപോലെ തന്നെ ചന്ദ്രശേഖരൻ സാർ, CH കുഞ്ഞമ്പ് സാർ, ചടങ്ങിലെ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജില്ലാ പോലീസ് മേധാവി ശില്പ മേഡം, അതുപോലെ തന്നെ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഏഷ്യയിലെ കൗമാരപ്രായക്കാരുടെ ഏറ്റവും വലിയ കലാമാമാങ്കമായ കേരള സ്കൂൾ കലോത്സവം ജനുവരി 4 മുതൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്. ആ സംസ്ഥാന കലോത്സവത്തിൽ കാസർഗോഡിൻ്റെ മണ്ണിൽ നിന്നും ഏതെല്ലാം പ്രതിഭകളാണ് പങ്കെടുക്കേണ്ടത്? അതിനുള്ള യോഗ്യതാ മത്സരമാണ് നവംബർ 20. ഞാൻ ഈ അവസരത്തിൽ സ്റ്റേറ്റ് കലോത്സവത്തിലും വിജയത്തിലകം കൈവരിക്കുവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഈ കലോത്സവത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടി സെപ്റ്റംബർ 30 ഒരു സംഘാടക സമിതി യോഗം ചേരുകയും സ്ഥലം MLA രാജഗോപാലൻ സാർ സംഘാടക സമിതിയുടെ ചെയർമാനായും ശ്രീമതി ബേബി ബാലകൃഷ്ണൻ അവർ വർക്കിംഗ് ചെയർമാനുമായും വിപുലമായ സംഘാടക സമിതിയും അതുപോലെ തന്നെ 15 ഉപസമിതികളും വളരെ പോലെ പ്രവർത്തിക്കുന്ന ഓരോ ഉപസമിതികളും അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി കുട്ടികൾക്കും ഇവിടെ വരുന്ന രക്ഷിതാക്കൾക്കും എല്ലാവർക്കും യാതൊരു പ്രയാസവും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സംഘാടക മികവാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് ജില്ലാ വിദ്യാഭ്യാസ ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകുന്നത്. കാരണം മീഡിയയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടത്തിയ ഓരോ പ്രവർത്തനങ്ങളും, സൈക്കിൾ റാലി, അതുപോലെ തന്നെ ഫ്ലാഷ് മോബ്, ഈ ഉദിനൂറിൻ്റെ മണ്ണിൽ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അവരെ എല്ലാവർക്കും വേണ്ടി, സംഘാടക സമിതിക്ക് വേണ്ടി ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ മധുപാൽ സാറാണ്. സാറിനെ എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ ചടങ്ങിലേക്ക് ഹാർദമായി 5 മിനിറ്റ് മാത്രമേ അദ്ദേഹത്തിന് സംസാരിക്കാൻ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അധ്യക്ഷ പ്രസംഗം പിന്നീടാക്കാം. ഈ കലാമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഈ ചടങ്ങിലെ മുഖ്യാതിഥി ഡോക്ടർ ഡി ശില്പ IPS, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഒരുപാട് സന്തോഷമുള്ളൊരു വേദിയാണ് എപ്പോഴും ഈ സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെടുക എന്നതാണ്. സത്യത്തിൽ MLA രാജഗോപാൽ സാറ് കഴിവുകൾ ധാരാളം ഉണ്ടായിരുന്നു. എല്ലാം ഒഫീഷ്യലായിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞ ആദ്യത്തെ വാചകം പലപ്പോഴായിട്ട് അദ്ദേഹം പല കാര്യങ്ങൾക്കായിട്ട് തന്നെ ഈ പ്രദേശത്തെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടിയാണ്. ഈ മണ്ഡലത്തിലേക്ക് പല കാര്യങ്ങൾക്കായിട്ട് വിളിക്കുമ്പോഴൊക്കെ ഏതെങ്കിലും കാരണങ്ങളാൽ നടക്കാതെ പോകാറുണ്ട്. അത്
എന്നെ നിൽക്കുന്നു. ഈ ചടങ്ങിലെ മുഖ്യ അതിഥി ഡോക്ടർ ഡി ശില്പ IPS, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഒരുപാട് സന്തോഷമുള്ളൊരു വേദിയാണ് എപ്പോഴും ഈ സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെടുക എന്നത്. സത്യത്തിൽ MLA രാജഗോപാൽ സാറ് കഴിവുകൾ ധാരാളം ഉണ്ടായിരുന്നു. എല്ലാം ഒഫീഷ്യലായിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു. രാജഗോപാൽ പറഞ്ഞ ആദ്യത്തെ വാചകം പലപ്പോഴായിട്ട് അദ്ദേഹം പല കാര്യങ്ങൾക്കായിട്ട് എന്നെ ഈ പ്രദേശത്തെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടിയാണിത്. ഈ മണ്ഡലത്തിലേക്ക് പല കാര്യങ്ങൾക്കായിട്ട് വിളിക്കുമ്പോഴൊക്കെ ഏതെങ്കിലും കാരണങ്ങളാൽ നടക്കാതെ പോകാറുണ്ട്. അത് ഏകദേശം 75 മുതൽ കേരളത്തിലെ സ്കൂൾ കലോത്സവങ്ങളിൽ പലപ്പോഴായിട്ട് കാഴ്ചക്കാരനായിട്ട് ചെന്ന് നിന്ന് പല പ്രോഗ്രാമുകളും കണ്ടുപോകുന്നതിൻ്റെ ഒരു ആഘോഷമുണ്ട് എന്നെ സംബന്ധിച്ചു. ഈ വർഷം അത് അടുത്ത സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്തെ കല ആസ്വദിക്കാനും പറ്റും. ഓരോ വർഷം കഴിയുന്നതോറും ഞാൻ അനുഭവിച്ചു വന്നത് ഈ ഇതിനകത്ത് പങ്കെടുക്കുന്ന കലാകാരികളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ അവരുടെ കഴിവ് തെളിയിക്കാനുള്ള വേദിയാക്കി ഇത് മാറ്റുന്നുണ്ട് എന്നുള്ളതാണ്. കാസർഗോഡ് ജില്ലയിൽ നിന്നും ഈ വരുന്ന സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ എത്ര പേർ പങ്കെടുക്കും എന്നുള്ളത് തെളിയിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മാറ്റുരയ്ക്കുന്ന ഒരു വേദി കൂടിയാണിത്. അത് അക്ഷരാർത്ഥത്തിൻ്റെ സംഘാടന മികവ് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അതല്ലാതെ എനിക്ക് പരിചയമുള്ള സുഹൃത്തുക്കളോടൊക്കെ ഞാൻ അന്വേഷിക്കുന്നുണ്ടെന്ന് എങ്ങനെയുണ്ട്. കാരണം രാജഗോപാൽ സാർ വിളിച്ചപ്പോൾ മുതൽ ഞാൻ ഇങ്ങനെ ഈ പ്രദേശത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു. ഇതിനു മുമ്പ് ഞാൻ ഒരിക്കലും വന്നിട്ടുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പാണ്. അത് ഈ പടന്നയിലൊരു കോളേജിലെ ചടങ്ങിന് വേണ്ടി. അപ്പം ഈ വഴികൾ എനിക്കറിയാം. ഇവിടെയുള്ള ഏറ്റവും വലിയ സന്തോഷം എന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സജീവമായിട്ട് കാണുന്നത് ഇവിടെയുള്ള സകല ജനപ്രതിനിധികളുമായിട്ടും പലപ്പോഴായിട്ട് ഇടപഴകുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് കൃത്യമായിട്ട് വായിക്കുകയും അക്ഷരത്തെ സ്നേഹിക്കുകയും ആളുകളുമായി ഇടപെടുമ്പോൾ അതിന് കൃത്യമായി ഉത്തരം നൽകാൻ ബോധമുള്ള ആൾക്കാരുമാകുന്നതാണ്. അത് ഈ നാടിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. ഒരു കൂട്ടായ്മയുടെ ഒത്തുചേരലിൻ്റെ ഗുണമാണത്. കാരണം അത് ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നി. കാരണം ഇവിടെ നിന്ന് പല കുട്ടികളും പല രീതികളിലായിട്ട് സിനിമയായാലും നാടകമായാലും സംഗീതമായാലും സാഹിത്യമായാലും ഒക്കെ ചെന്ന് ഇടപെടുമ്പോൾ അവർക്കുള്ളൊരു വലിയ, കാരണം ഏറ്റവും സന്തോഷമുള്ളത് കുഞ്ഞികൃഷ്ണ ഭാഷ ഈ അഭിനയിക്കുകയും അതിന് സംസ്ഥാന പുരസ്കാരം വാങ്ങിക്കുകയും ചെയ്യുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ആ മാഷ് ഇവിടെ എത്രത്തോളം കുട്ടികളുമായിട്ട് ഇടപഴകുന്നുണ്ട്, ഇവിടുത്തെ അധ്യാപകരുമായിട്ട് ഇടപഴകുന്നുണ്ട്. അതിൻ്റെ ഒരു തെളിവ് തന്നെയാണ്. എന്ത് തന്നെയായാലും എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് ഒരു കാര്യം കൊണ്ടത് ഇവിടെയുള്ള സ്വാഗതഗാനം ആലപിച്ച ആ 27 അധ്യാപികമാരെ കുറിച്ചാണ്. കാരണം അവരുടെ ഒരു മനസ്സുണ്ടായത്. കാരണം ഇത്രത്തോളം എനർജറ്റിക് ആയിട്ട് ഈ ഒരു സ്വാഗതഗാനം പാടുന്നത് അത് കൃത്യമായിട്ട് ഈ കേൾവിക്കാരൻ്റെയും കാഴ്ചക്കാരൻ്റെയും മനസ്സിലേക്ക് അത്രമേൽ ശക്തിയോടുകൂടി എത്തിക്കാൻ അവർക്ക് കഴിയുന്നത് പാടി ഇവരെ അഭിനന്ദിക്കാതെ വയ്യ എന്നുള്ളതാണ് സത്യം. കാരണം അതിനകത്തുള്ള ഒരു വരി എനിക്ക് എപ്പോഴും ഇല്ല. ഈ ഓർമ്മകൾ കൊണ്ട് നമുക്ക് ഞാനത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. ഓർമ്മകൾ കൊണ്ട് നമ്മൾ നമ്മുടെ കലാലയങ്ങളിലേക്കുള്ള ഒരു മടക്കയാത്രയായിരുന്നു. ഓർമ്മകളിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ സൗഹൃദങ്ങളിലേക്കുള്ള മടക്കമായിരുന്നു. ഓർമ്മകളിലൂടെ നമ്മളുടെ കലാപ്രവർത്തനങ്ങളുടെ ആരംഭത്തിലേക്കുള്ള ഒരു യാത്രയായിരുന്നു എന്നുള്ള ഒരു സന്ദേശം ആ വരികളിലൂടെ അവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനിക്കുന്നത്. ഈ എഴുതിയ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്വാഗതഗാനം എന്ന രീതിയിൽ അത് തീർച്ചയായും അഭിമാനം അറിയിക്കുന്ന ഒരു കാര്യമായിട്ടും ഞാൻ കാണുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ, കാരണം ഞാൻ ഇങ്ങോട്ട് വരുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ വിളിച്ച് ചോദിച്ചിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ആ മനസ്സ് തീർച്ചയായും ഒരു നാടിൻ്റെ മഹത്വമാണ്, ആ നാടിൻ്റെ നന്മയുടെ കാര്യമാണ്, ആ നാട് മറ്റുള്ളവരിലുള്ള കരുതലാണ്, അത് അതിൻ്റെ സ്നേഹത്തിൻ്റെ വഴികൾ കാണിച്ചു തരുന്നുണ്ടതിന്. ഇതേ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ദുരന്തങ്ങളും നിരന്തരം പ്രശ്നങ്ങളുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് മനുഷ്യനെ സാഹോദര്യത്തോട് ചേർത്ത് നിർത്താൻ, അല്ലെങ്കിൽ അവരിലുണ്ടാകുന്ന ഈ കലയിലൂടെ അവരെ സമൂഹത്തെ കാണാൻ, കലയിലൂടെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് നിവർത്തിക്കാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാകുമെങ്കിൽ അത് നമ്മളുടെ ഒത്തുചേരലിൻ്റെയും നമ്മൾ ചേർത്ത് പിടിക്കലിൻ്റെയും കാര്യമാണെന്ന് ഞാൻ വഴികളിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ സംഘാടകരെയും അതിൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും അത്രമേൽ വലിയ രീതിയിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അവരെ വാഴ്ത്തിക്കൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. കലോത്സവത്തെ വിവിധ തലങ്ങളിൽ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ പെട്ടെന്ന് ആവശ്യമില്ല.
കലാമേളയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ നടന്ന ചടങ്ങ് തീർച്ചയായും നല്ല പെർഫോമൻസ് ആയിരുന്നു. കേരള സർക്കാർ ഈ കലോത്സവത്തിന് എത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അത് ഞാൻ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു കേരളത്തിൽ വന്ന ശേഷമാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ആർട്ടിന് ഇത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഈവെൻറ്റ്സ് ഇല്ല. പക്ഷേ ഇതൊരു നല്ലൊരു പ്ലാറ്റ്ഫോമായി സ്റ്റുഡൻസ് ആർട്ടിന് അവർ പ്രാക്ടീസ് ചെയ്ത് അതിൽ അവർക്ക് ഈ സ്കൂളിൽ നിന്നും അവർ ഒരു പ്രൊഫഷനിലേക്ക് മാറാൻ ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് കലോത്സവം. 2019 സ്റ്റേറ്റ് കലോത്സവം ഈ ഒരു പരിപാടി വളരെ നന്നായി ഓർഗനൈസ് ചെയ്തിട്ട് 25th മുതൽ ഈവൻറ്റ്സ് നടക്കുന്നുണ്ട്. ഒരു ഇവൻറ്റും ഇല്ലാതെ വളരെ നന്നായി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. സോ ഓർഗനൈസിംഗ് കമ്മിറ്റിക്ക് ഒരു വലിയ കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് വളരെ ഒരു ഉത്സാഹത്തോടെയാണ് എന്ന പേരുള്ള ലോകപ്രകാശനം സൂര്യപ്രകാശനം കേന്ദ്രീകരിക്കാൻ ഉപയോഗങ്ങൾ ശ്രീ ചന്ദ്രശേഖർ സാർ കുറച്ച് വാക്ക് അനിൽകുമാർ BM, സന്തോഷ് കുമാർ സന്തോഷ് കുമാർ ലതാ മനോജ് ശ്രീ അത്രയ്ക്കും മികച്ചൊരു സംഘാടകമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിന് എല്ലാവർക്കും ഈ അവസരത്തിൽ ഓരോ ഉപസമിതിക്കും പ്രധാനപ്പെട്ട പ്രോഗ്രാം കമ്മിറ്റി, ഭക്ഷണ കമ്മിറ്റി അടക്കം ഉള്ള ഓരോ ഉപസമിതിക്കും ഞാൻ ഈ അവസരത്തിൽ കാസർഗോഡ് ജില്ലയുടെ അത്രയ്ക്കും മികച്ചൊരു സംഘാടകമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിന് എല്ലാവർക്കും ഈ അവസരത്തിൽ ഓരോ ഉപസമിതിക്കും പ്രധാനപ്പെട്ട പ്രോഗ്രാം കമ്മിറ്റി, ഭക്ഷണ കമ്മിറ്റി അടക്കം ഉള്ള ഓരോ ഉപസമിതിക്കും ഞാൻ ഈ അവസരത്തിൽ കാസർഗോഡ് ജില്ലയുടെ DD അതുപോലെ തന്നെ ജഡ്ജി എന്ന അഭിനയത്തിൽ മാത്രമല്ല അതുപോലെ തന്നെ ജഡ്ജി എന്ന അഭിനയത്തിൽ മാത്രമല്ല ഈ വനിത രചിച്ചിരിക്കുന്നത് ഉദനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം അധ്യാപകൻ ഷാജു മാരാണ്. ഇവർക്കുള്ള നന്ദി ഈ കോളേജിലേക്കാണ്. പ്രധാന ദേശീയ
അത്രയ്ക്കും മികച്ചൊരു സംഘാടകമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിന് എല്ലാവർക്കും ഈ അവസരത്തിൽ ഓരോ ഉത്സവത്തിനും പ്രധാനപ്പെട്ട പ്രോഗ്രാം കമ്മിറ്റി, ഭക്ഷണ കമ്മിറ്റി അടക്കം ഉള്ള ഓരോ സമിതിക്കും ഞാൻ ഈ അവസരത്തിൽ കാസർഗോഡ് ജില്ലയുടെ TD അടുത്തതായി പറമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PV മുഹമ്മദ് അസ്ലം. ഇവിടെ അധ്യക്ഷതയിലുള്ള ബഹുമാന്യരായ ജനപ്രതിനിധികൾ, ജീവിതമെന്നും സൗരഭമേകും അസുലഭ നിമിഷങ്ങൾ, ജീവിതമെന്നും സൗരഭമേകും അസുലഭ നിമിഷങ്ങൾ. സ്വാഗതമേകം കലയാത്മദുരിതമായ ദിനങ്ങൾക്കായി, സ്വാഗതമേകം കലാലയത്തിൻ വസന്തസന്ധ്യയ്ക്കായി, ഒന്നായി നിൽക്കാം ഒരുമിച്ചിടാം ഒറ്റ മനസ്സോടെ, ഒതിനൂർ പെരുമഴ കാലോലിക്കും ചരിത്ര നിമിഷമിതാ, ഒതിനൂരിന്റെ വത്സലഭൂമിൽ ചരിത്ര നിമിഷമിതാ, ഒതിനൂരിന്റെ വത്സലഭൂമിൽ ചരിത്ര നിമിഷമിതാ. സ്വാഗതം സ്വാഗതം മറിയം ബോഡി ലോഷന് വെല്ലുന്ന ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷനാണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കാസർഗോഡിന്റെ മണ്ണിൽ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ 2024 എത്തുന്നു. കടലിനടിയിലെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ നിങ്ങളെ വിസ്മയിപ്പിച്ചിട്ടുണ്ടോ? കടലിനടിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടില്ല എങ്കിൽ ഇതാ നിങ്ങൾക്കൊരു സുവർണ അവസരം. 12,000 ചതുരശ്ര അടി തീർത്ത കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്കം, ഗ്ലാസ് അക്വേറിയം, ഡിസ്നി മാജിക് ഷോ, ബേറ്റ്സ് ഷോ, കടൽ കൊട്ടാരം, അമ്യൂസ്മെന്റ് പാർക്ക്,
കൂടാതെ നിങ്ങളുടെ നാവിൽ രുചിയൂർന്ന വിഭവങ്ങളുമായി 5000 ചതുരശ്ര അടിയിൽ തീർത്ത ഫുഡ് കോർട്ട് എന്നിങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലോകോത്തര നിലവാരമുള്ള ഈ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിലേക്ക് ഈ നാട്ടിലെ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കാസർഗോഡിന്റെ മണ്ണിൽ ചരിത്രം കുറിക്കാനായി ഇതാ മറ്റൊരു വർണ്ണ പ്രപഞ്ചമെത്തുന്നു. ഒക്ടോബർ 31 മുതൽ കാസർഗോഡ് വിദ്യാനഗറിൽ പ്രിൻസ് ഗാർഡൻ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്ന ആവേശവും ആനന്ദവും ഉണർത്തുന്ന മാജിക് ലാൻഡിന്റെ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിലേക്ക്, കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുടെ ലോകത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രജ ഈവന്റ് സംഘടിപ്പിക്കുന്ന മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ 2024 കാസർഗോഡിനെ കടലിന്റെ കാണാ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasar, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and biometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasar, Doha. Partner with Al Farha Tours and Service. കണ്ടില്ലേ, ഭാഗ്യത്തിനാണ് ആ കുട്ടി രക്ഷപ്പെടുന്നത്. അവരുടെ മനസ്സിൽ ചിലപ്പോൾ അവരുടെ കൂട്ടുകാരോ അവരുടെ വീട്ടുകാരോ അവരുടെ കളികളോ അവർക്ക് ട്രാഫിക് നിയമവും തന്നെ അറിയുന്നത്. കുട്ടികളെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ, അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അശ്രദ്ധമായി ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യരുത്. ക്ലാസ് മുറിയിൽ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ റോഡിൽ